ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ധന്യമായ പുത്തൻ പ്രഭാതത്തിനായി ദൈവത്തിന് സ്തോത്രം കരയറ്റാം. ഇന്ന് 2025 മെയ് മാസം 19-ാം തീയതി തിങ്കളാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഈ മാസത്തിൻ്റെ ഒരു പുതിയ പ്രവർത്തന ആഴ്ചവട്ടത്തിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആരോഗ്യത്തോടും സൗഖ്യത്തോടും സമാധാനത്തോടും കൂടെ ആയിരുന്ന് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ, പഠനങ്ങൾ, കുടുംബകാര്യങ്ങൾ, ആത്മീയ ശുശ്രൂഷകൾ എല്ലാം വിശ്വസ്തയോടും കൃത്യനിഷ്ഠയോടും കൂടെ ചെയ്യുവാൻ കർത്താവ് ഏവരെയും ഒരുക്കട്ടെ, സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി കാതോർക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 27-ാം വാക്യം. സെയിന്റ് മാത്യു ചാപ്റ്റർ 19 വേഴ്സ് 27 നാം ഇപ്രകാരം വായിക്കുന്നു. പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു. 2000 വർഷങ്ങൾക്ക് പുറകിൽ യേശുവിനോട് അരിമ ശിഷ്യനായ പത്രോസ് ചോദിച്ച ഒരു ചോദ്യമാണ് ഇന്നും ക്രൈസ്തവ ലോകം ദിനംതോറും കർത്താവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം തന്നെയാണിത്. നമ്മൾ പാടുന്നതും പ്രാർത്ഥിക്കുന്നതും ദൈവനാമത്തിലാണെന്നും പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ദശാംശം, ഭക്ഷണം, വസ്ത്രം, വാഹനം, ആരാധനയ്ക്ക് പോകുന്നത്, ദൈവമക്കളെ ആദരിക്കുന്നത്, കൊടുക്കുന്നത്, ചെയ്യുന്നത്, ഇതിൻ്റെ ഒക്കെ പിന്നിൽ 99% ആളുകൾക്കും രഹസ്യമായ ഒരു അജണ്ടയുണ്ട്. കൊടുത്താൽ ദൈവം തരും. ഇന്നല്ലെങ്കിൽ നാളെ ആരിൽ കൂടെയെങ്കിലും എനിക്കത് തിരിച്ചു കിട്ടും. കാരണം ദൈവം ആരുടെയും കടക്കാരനല്ലല്ലോ. നമ്മുടെ പ്രാർത്ഥനയും ആരാധനയും കൊടുക്കുന്നതും സ്തോത്രാഴ്ച ഇടുന്നതും എല്ലാം പലപ്പോഴും ഈ വിധ ദുരുദ്ദേശപരമായിട്ടാണ്. പ്രിയ ദൈവമക്കളെ, അങ്ങനെയാണോ നാം ദൈവനാമത്തിലും ദൈവവേലയ്ക്കും ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്? വചനം നമ്മെ പഠിപ്പിക്കുന്നു, നിർബന്ധത്തോടെ അരുത്, സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും മനസ്സോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു, അനുഗ്രഹിക്കുന്നു. അത് നാം ഓർക്കേണ്ട ഒരു കാര്യമാണ്. പത്രോസ് ഇങ്ങനെ ചോദിക്കാൻ അതിനൊരു വ്യക്തമായ പശ്ചാത്തലമുണ്ട്. ഒരുവൻ യേശുവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഗുരു, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് നിലനിൽക്കുന്ന ന്യായപ്രമാണ കാര്യങ്ങൾ പറഞ്ഞുടനെ അവൻ വിനയാന്വിതനായി പറഞ്ഞു, ഇവയൊക്കെ ഞാൻ ചെറുപ്പം മുതൽ പാലിക്കുന്ന. കർത്താവ് അവനെ നോക്കി, അവനെ സ്നേഹിച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു, ഒരു കുറവ് നിനക്കുണ്ട്. നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്ക. പക്ഷേ അവൻ സമ്പത്തുള്ളവനാകിയാൽ ദുഃഖത്തോടെ പോയിക്കളഞ്ഞു. എന്നിട്ട് യേശു തന്നെ അനുഗമിക്കുന്ന ശിഷ്യന്മാരോട് പറയുകയാണ്, ധനവാന്മാർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് വളരെ ദുഷ്കരമാണ്. അതിലും എളുപ്പമാണ് ഒട്ടകം സൂചിക്കുഴയിലൂടെ പ്രവേശിക്കുന്നത്. ഇത് കേട്ട് ഈ ശിഷ്യന്മാർ വിസ്മയിച്ചു. കർത്താവേ, അങ്ങനെയെങ്കിൽ ആർക്കാണ് രക്ഷിക്കപ്പെടുവാൻ കഴിയുക? കർത്താവ് പറഞ്ഞു, മനുഷ്യനാൽ അസാധ്യമാണ്, ദൈവത്താൽ എല്ലാം സാധ്യമാണ്.
ഇതെല്ലാം കണ്ടും കേട്ടും ആകമാനം ഉള്ളിൽ വെപ്രാളം കൊണ്ട് പത്രോസ് ചോദിക്കുക, കർത്താവേ, വല വീശിക്കൊണ്ടിരുന്ന ഞാൻ വലയും പടകും കുടുംബവും എല്ലാം വിട്ടിറങ്ങി. ഈ ശിഷ്യന്മാരെല്ലാം ഇങ്ങനെയുള്ള ഓരോ പണിയിൽപ്പെട്ടവരായിരുന്നു. ഇതെല്ലാം വിട്ട് ഞങ്ങൾ നിന്റെ പുറകിന് വന്നു, ഞങ്ങൾക്ക് എന്തോ കിട്ടും. അപ്പോൾ ഈ ശിഷ്യന്മാരായ യേശുവിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച ഇവരുടെ ഉള്ളിലും ഇതൊക്കെ വിട്ടു വന്നതാ. എന്തെങ്കിലും കർത്താവ് തരാതിരിക്കത്തില്ല. ഇതല്ലേ നമ്മുടെയും ഉദ്ദേശം? ദൈവവേല ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, പാടുന്നു, ദശാംശം കൃത്യമായി കൊടുക്കുന്നു, എല്ലാ മാസവും വീട്ടിൽ ക്രമമായി പ്രാർത്ഥന നടത്തുന്നു, ഒരു കർത്തൃമേശയും വിടാതെ ദൈവാലയത്തിൽ ആരാധനാലയത്തിൽ പോയി കുർബാന കൈക്കൊള്ളുന്നു, മറ്റെല്ലാം മുറ തെറ്റിക്കാതെ ചെയ്യുന്നു. വീട്ടിൽ ഉപവാസ പ്രാർത്ഥന, മിറ്റത്ത് പന്തലിട്ട് കൺവെൻഷൻ, പോകുന്നതും വരുന്നതുമായ ദൈവദാസന്മാരെ വിളിക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, കൈമടക്ക് കൊടുക്കുന്നു. ഇതെല്ലാം നല്ലതാണ്. പക്ഷേ ഇതിന്റെ പിന്നിൽ പത്രോസ് ചോദിച്ചതുപോലെ ഒരു ചെറിയ തരിയെങ്കിലും ദുരുദ്ദേശമുണ്ടെങ്കിൽ ദൈവമക്കളെ, അതുകൊണ്ട് നമ്മൾ ഈ ചെയ്തത് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകുകയില്ല. കർത്താവ് അതിനുള്ള മറുപടി കൊടുത്തത് താഴോട്ടുള്ള വാക്യങ്ങളിൽ വളരെ ശ്രദ്ധേയമാണ്. പത്രോസിന് വളരെ കൃത്യമായി മറുപടി കൊടുത്തു. ഈ ഭൂമിയിൽ തന്നെ ഞാൻ മുഖാന്തരം എന്തൊക്കെ നിങ്ങൾ നഷ്ടപ്പെടുത്തിയോ 100 മടങ്ങ് കിട്ടും. എന്നാൽ അതിനേക്കാട്ടിലൊക്കെ ഉപരിയായി അവർ നിത്യജീവന്റെ അവകാശിയും ആയിത്തീരും. പ്രിയ ദൈവമക്കളെ, എനിക്ക് നിങ്ങൾക്കും വേണ്ടി കരുതുന്ന ഒരു ദൈവം. ഈ കരുതുക എന്ന് പറയുന്നത് കൊണ്ട് പലപ്പോഴും ഇന്നത്തെ ക്രൈസ്തവ ജനത വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ കൊടുക്കുന്ന അർത്ഥം വിവക്ഷ, വലിയ ബംഗ്ലാവ്, മുന്തിയ ഇനം വാഹനം, വലിയ ജോലി, വലിയ ബാങ്ക് ഡിപ്പോസിറ്റ്, ആഡംബര ജീവിത സൗകര്യങ്ങൾ, നിൽക്കുന്ന നിപ്പിൽ വിദേശ രാജ്യങ്ങൾ, ഇതൊക്കെയാണ് ദൈവം കരുതുന്നതിൽ നമ്മൾ ശ്രദ്ധ വച്ചിരിക്കുന്നതും പ്രതീക്ഷിച്ചിരിക്കുന്നതും. എന്നാൽ അതിനേക്കാട്ടിലൊക്കെ ഉപരിയായി കർത്താവ് പറയുകയാണ്, ആ വ്യക്തി എനിക്ക് വേണ്ടി ഈ ഭൂമിയിൽ എന്തൊക്കെ നഷ്ടപ്പെടുത്തിയോ ആളിന് ഒരു വില കൊടുത്താലും കിട്ടാത്ത, ആർക്കും നൽകുവാൻ പറ്റാത്ത നിത്യജീവന്റെ ഉടമയായി തീരുവാൻ ഇടയാകും. പ്രിയ ദൈവമക്കളെ, ഈ തിങ്കളാഴ്ച അതിരാവിലെ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, ഞാൻ ദൈവത്തെ പിൻപറ്റുന്നത്, വേദപുസ്തകം എടുത്തത്, മുടങ്ങാതെ പ്രാർത്ഥനയ്ക്ക് പോകുന്നത്, ആരാധന കൂടുന്നത് വീട് വെക്കാനാണോ? മകന്റെയും മകളുടെയും വിദ്യാഭ്യാസത്തിനാണോ? നല്ലൊരു കുടുംബജീവിതം കിട്ടാനാണോ? പുതിയ ബിസിനസ് ലഭിക്കാനാണോ? ഇത് ഒരു കൈക്കൂലി പദ്ധതിയല്ലേ? എന്നാൽ ഇതൊന്നുമല്ലാതെ എന്നെ സ്നേഹിച്ച്, എന്നെ തിരഞ്ഞെടുത്ത്, എന്നെ മാനിച്ച എന്റെ ദൈവത്തിന്, എന്റെ സൃഷ്ടിതാവും ഉടയവനും പരിപാലകനുമായ ദൈവത്തെ ഞാൻ ആരാധിക്കണം, ഞാൻ പിൻപറ്റണം എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി നമ്മിൽ എത്ര പേര് ദൈവത്തെ അനുഗമിക്കുന്നു? അത് നമുക്ക് തെളിയിച്ചു തരുന്നത് ദാനിയേൽ പ്രവചനത്തിൽ 3 എബ്രായ ബാലന്മാരാണ്. അല്ലയോ നെബൂഖദ്നേസരേ, ഈ കാര്യത്തിൽ ഉത്തരം പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും
നീ നിർത്തിയിരിക്കുന്ന ഈ സ്വർണബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. ഞങ്ങൾ ആരാധിക്കുന്നത്, ഞങ്ങൾ നമസ്കരിക്കുന്നത് ഇസ്രായേലിന്റെ ഏക സത്യ ദൈവമായ ജീവനുള്ള ദൈവമാണ്. ആ ദൈവം ഞങ്ങളെ വിടുവിക്കുമോ, ഞങ്ങളുടെ ജീവൻ തിരിച്ചു തരുമോ, അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. ഞങ്ങൾ അത് നോക്കിയുമല്ല ദൈവത്തെ ആരാധിക്കുന്നത്. ഒരു പ്രതിഫലവും, ഞങ്ങളുടെ ജീവൻ പോലും പ്രതിഫലം ഇച്ഛിച്ചല്ല ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നത്. അത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാണ്. ഈ പ്രഖ്യാപനം ഇന്ന് ജീവജലം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മിൽ എത്ര പേർക്ക് സ്വന്തം നെഞ്ചത്ത് കൈവച്ച് ധൈര്യമായിട്ട് പറയുവാൻ കഴിയും? പറ്റുന്നില്ല എങ്കിൽ പത്രോസിന്റെ കൂട്ടുകാരനാണ് നമ്മൾ ഓരോരുത്തരും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചിന്ത മാറണം. ആത്മാർത്ഥമായി സത്യസന്ധമായി ദൈവത്തെ പിൻപറ്റണം. രോഗം മാറാനും വീട് വെക്കാനും ഉന്നത ജോലി കിട്ടാനും ദാരിദ്ര്യം മാറാനും അല്ല ദൈവത്തെ സേവിക്കേണ്ടത്. കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് കർത്തൃപാതയിൽ നടക്കുക എന്നുള്ളത് ഒരു ദൈവ പൈതലിന്റെ ഉത്തരവാദിത്തമാണ്. അതെത്ര ദാരിദ്ര്യവും എത്ര നിന്ദയും എത്ര പഴിയും എത്ര പ്രതികൂലം വന്നാലും ഈ ദൈവത്തെ തള്ളിപ്പറയാതെയും ദൈവത്തിൽ നിന്ന് മറ്റൊന്നും പ്രതീക്ഷിക്കാതെയും വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് എണ്ണിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ ഇടയാകണം. അല്ലാത്ത ഉപദേശങ്ങളെല്ലാം ദുരുപദേശങ്ങളാണ്. അതുകൊണ്ട് ദൈവവചനം ഹൃദയത്തിൽ സ്വീകരിച്ച് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് ഇറങ്ങാം. കർത്താവിൽ നിന്നും എന്ത് കിട്ടും എന്ന് പ്രതീക്ഷിച്ചല്ല, കർത്താവിന് വേണ്ടി എനിക്കെന്ത് ചെയ്യുവാൻ കഴിയും എന്നുള്ള ചിന്തയോടും പ്രാർത്ഥനയോടും അതിലുപരിയായി ആത്മസമർപ്പണത്തോടും ഈ പുതുവാഴ്ചവട്ടത്തിലേക്ക് പ്രവേശിക്കാം. സർവശക്തനായ ദൈവത്തിന്റെ കൃപ, സമാധാനം നാം ഏവരോടും കൂടെ ഇരിക്കട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ എല്ലായ്പ്പോഴും കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മാസത്തിന്റെ മറ്റൊരു പ്രവർത്തന ആഴ്ചവട്ടത്തിലേക്ക് തമ്പുരാൻ ഞങ്ങളെ പ്രവേശിപ്പിച്ചുവല്ലോ. യേശുവിന്റെ സന്തത സഹചാരിയും ഉറ്റ തോഴനും അനുഗ്രഹിക്കപ്പെട്ട ശിഷ്യനുമായ പത്രോസ് തന്റെ ഉള്ളിലുണ്ടായിരുന്ന സംശയം ഒരു ചോദ്യമായി കർത്താവിനോട് ഉന്നയിച്ചത് ഇന്ന് ഞങ്ങൾ കേട്ടുവല്ലോ. അപ്പാ, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ ഇതേ ചോദ്യം അനവധി പ്രാവശ്യം അങ്ങയുടെ മുമ്പിൽ അർപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ പത്രോസിനെ പലപ്പോഴും കുറ്റം പറയുന്നുവെങ്കിലും പത്രോസിനെക്കാട്ടിലും അധമന്മാരായി ഞങ്ങൾ പലപ്പോഴും ആയിത്തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾക്കുള്ളത് ത്യാഗം ചെയ്യുവാൻ ഇടയാകരുത്. ഞങ്ങൾക്കുള്ളത് എന്തുണ്ടെങ്കിലും, ഞങ്ങളുടെ ആരോഗ്യം, പണം, കഴിവ്, സമയം, താലന്ത്, തലമുറ, ഭവനം എല്ലാം കർത്താവിനും കർത്താവിന്റെ വചനത്തിനും ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്കും വേണ്ടി പ്രതിഫലേച്ഛ കൂടാതെ സമർപ്പിക്കുവാൻ, കൊടുക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണം. ഇന്ന് ദൈവജനം കേട്ട എല്ലാ ദിന മക്കൾക്കായും സ്തോത്രം. എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളാലും നിറച്ച് നിത്യജീവന്റെ ഉടമകളായി അങ്ങയോട് ചേർന്ന് യുഗായുഗങ്ങൾ വസിപ്പാൻ ഇടയാകണമെന്ന് യേശുമശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, കർത്താവിനെ നാം സേവിക്കുന്നതും ആരാധിക്കുന്നതും അനുഗമിക്കുന്നതും ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ആവരുത്. നമുക്ക് വേണ്ടത് തരുവാൻ കർത്താവിന് അറിയാം. അതിന്റെ കറക്റ്റ് സമയത്ത് തമ്പുരാൻ അറിഞ്ഞ് വേണ്ടത് ചെയ്യുകയും ചെയ്യും.
അതുകൊണ്ട് ആകാശത്തിലെ പറവയെ പോറ്റുന്ന ദൈവം, അങ്ങനെ വചനം പറയുന്ന സകലതിനെയും പോറ്റുന്ന ദൈവം, കാക്കക്കുഞ്ഞിനും അതതിന്റെ ആഹാരം കൊടുക്കുന്ന ദൈവം എന്നെയും നിങ്ങളെയും പുലർത്തുവാൻ മതിയായവനാണ്. ആ ദൈവത്തിന്റെ കരങ്ങളിൽ പരിപൂർണമായി താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. അതിന് സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഒരുക്കട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless us all.